Hi students, good evening all of you. Welcome back to our chemistry focus area revision class 3. So in this class we can go through the chapters redox reaction, hydrogen, S block and P block. Okay, so first of all we can move to redox reaction. So the focus area, when we consider the focus area of redox reaction, ഒരൊറ്റ പോയിന്റ് അവിടെ ഉള്ളൂ 8.3, that is oxidation number, the type of redox reaction, balancing of redox reaction. ആ ബാലൻസിങ്ങിൽ നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട്. ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ വി ക്യാൻ മൂവ് ടു ദിസ് ഓക്സിഡേഷൻ നമ്പർ, ദ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ബാലൻസിങ് ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. So first of all about our oxidation number. So we know that oxidation number is nothing but it is the charge indicated by an atom, or it is defined as the residual charge by which an atom appear when all other the atoms from the molecules are assumed to be as a ion. Simply the charge possessed by the atom in a particular molecule. So the rules for assigning oxidation number, ee rule chernu orthirunonam, maybe the possibility for doing or finding the oxidation number of compounds or elements in a compound. The oxidation number of an element in the free state or an elementary state is always equal to 0. Elementary state in the case എന്ന് പറഞ്ഞാൽ നേച്ചറിൽ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് എങ്കിൽ the oxidation state of that atom is always considered as a 0. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ക്ലോറിൻ്റെ കേസിൽ നേച്ചറിൽ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് Cl2 ആയിട്ടാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു, ക്ലോറിൻ ആറ്റം ഇൻ Cl2 ഈസ് ഈക്വൽ ടു 0. ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എലമെൻ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് O2 ആണ്. O2വിൽ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. Then the oxidation number of an element in their monoatomic ion is equal to the charge on the ion. ഇപ്പോൾ ഒരു മോണോ അറ്റോമിക് അയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായിട്ട് K+ അല്ലെങ്കിൽ Cl-, അങ്ങനെ ഒരു മോണോ അറ്റോമിക് അയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് മാത്രം നോക്കിയാൽ മതി? അത് പൊസസ് ചെയ്യുന്ന ചാർജ് മാത്രം നോക്കിയാൽ മതി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് നെഗറ്റീവ് ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട് ബിക്കോസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഇൻ അവർ പീരിയോഡിക് ടേബിൾ ഈസ് ഫ്ലൂറിൻ ആറ്റം. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ്റെ കേസിൽ ഏതൊരു കോമ്പൗണ്ടിൽ വരികയാണെങ്കിലും ഫ്ലൂറിൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്? -1. Then hydrogen atom is assigned as an oxidation number +1 in all its compound except with metal hydride. Metal hydride ഒഴികെ മറ്റെല്ലാ കോമ്പൗണ്ടുകളിലും ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കേണ്ടത് എത്രയായിരിക്കണം? +1 ആയിരിക്കണം എടുക്കേണ്ടത്. മെറ്റൽ ഹൈഡ്രൈഡ് വരുമ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് പോകും? -1 ആയിട്ട് പോകും. The metal hydride, in metal hydride the oxidation state of hydrogen is taken as a -1. അപ്പോൾ ആ ഒരു പ്രത്യേകത ഓർത്തോണം. ഹൈഡ്രജൻ്റെ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. പക്ഷേ മെറ്റൽ ഹൈഡ്രൈഡ് ആയിട്ട് വരുമ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്തോണം? -1. സോ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സോഡിയം ഹൈഡ്രൈഡ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഹൈഡ്രജൻ വരുമ്പോൾ എത്ര വന്നു? -1 വന്നു. ഇനി അതേപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, മറ്റൊരു മെറ്റൽ ഹൈഡ്രൈഡ്, കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. രണ്ട് ഹൈഡ്രജനും കൂടെ -2 അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് -1. അപ്പോൾ ഒരു മെറ്റൽ ഹൈഡ്രൈഡിൻ്റെ കേസിലാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് കൺസിഡർ ചെയ്തോണം? -1 ആയിട്ട് കൺസിഡർ ചെയ്തോണം. മറ്റെല്ലാ കേസുകളിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് എടുക്കാൻ പാടുള്ളൂ? +1 ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 6th പോയിന്റ്, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ, ദ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -2. But in peroxide the oxidation state of oxygen is -1. നേരെ മറിച്ച് OF2ലും O2F2 വരുമ്പോഴും ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് ആയിരിക്കും. In OF2 the oxidation state of oxygen is +2, whereas in O2F2 the oxidation state of oxygen is +1. അപ്പോൾ നോർമലി ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെങ്കിലും പെറോക്സൈഡിൽ -1, OF2ലും O2F2ലും അതായത് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ? ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്സിജൻ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റാണ്. അപ്പോൾ ഓക്സിജനേക്കാളും മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ആരാത്? ഫ്ലൂറിൻ ആറ്റം.
അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കാണിക്കത്തുള്ളൂ? പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കത്തുള്ളൂ. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളാണ് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴുള്ള കോമ്പൗണ്ടുകളാണ് ഏതൊക്കെ? OF2ഉം O2F2ഉം. അതിൽ OF2ൻ്റെ കേസിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും O2F2ൻ്റെ കേസിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും. ഓക്കെ, ദെൻ in accordance to the principle of conservation of charge, the algebraic sum of oxidation number of all element in a molecule is always equal to 0. പക്ഷേ in the case of polyatomic ion, the sum of oxidation number of all atom is equal to the charge of the ion. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഏതാ കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ് കൺസിഡർ ചെയ്യുക, ന്യൂട്രൽ മോളിക്കുള. അപ്പോൾ ഈ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ കേസിൽ the sum of oxidation number, the algebraic sum of oxidation number of all the atoms in the molecule is equal to 0. നേരെ മറിച്ച് നമ്മളൊരു പോളി അറ്റോമിക് അയോൺ എടുക്കുക, PO4 2-. The sum of oxidation number of phosphorus and oxygen is always equal to the charge possessed by the ion. Then again, when a compound is formed by the union of metal and a non-metal, metal always have a positive oxidation state and non-metal have a negative oxidation state. Similarly, when a compound is formed by the union of non-metals, then more electronegative metal possess negative oxidation state and less electronegative element possess positive oxidation state. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. അപ്പം മനസ്സിലുണ്ടാവണം, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഓക്സിഡേഷൻ നമ്പർ എലമെൻ്ററി സ്റ്റേറ്റിലാണ് എങ്കിൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യാവുള്ളൂ. എലമെൻ്ററി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആയേക്കരുത്. നേച്ചറിൽ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ ഇപ്പം സോഡിയം എന്ന് പറഞ്ഞ് എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ സോഡിയം ആറ്റമായിട്ടാണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ, മഗ്നീഷ്യം ആറ്റത്തിൻ്റെ കേസിൽ, ക്ലോറിൻ മോളിക്കുളിലുള്ള ക്ലോറിൻ ആറ്റത്തിൻ്റെ കേസിൽ, ഓക്സിജൻ മോളിക്കുളിലുള്ള ഓക്സിജൻ ആറ്റത്തിൻ്റെ കേസിൽ, ഇവിടെയെല്ലാം എലമെൻ്ററി ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മോണോ അറ്റോമിക് അയോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് വരികയാണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അത് പൊസസ് ചെയ്യുന്ന ചാർജ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൂറിൻ്റെ കേസിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായേക്കരുത്, -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമത് നമ്മളോട് ഹൈഡ്രജൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റൽ ഹൈഡ്രൈഡ് ഒഴികെ ബാക്കി എല്ലാ കേസുകളിലും ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് കൺസിഡർ ചെയ്യണം? +1 ആയിട്ട് കൺസിഡർ ചെയ്യണം. നേരെ മറിച്ച് മെറ്റൽ ഹൈഡ്രൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാവുള്ളൂ? -1 ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ ആറാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് അബൌട്ട് അവർ ഓക്സിജൻ ആറ്റം. ഓക്സിജൻ്റെ കേസിൽ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. പക്ഷേ പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, അവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അതുപോലെ തന്നെ ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ രണ്ട് പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളാണുള്ളത്, OF2ഉം O2F2ഉം. അവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് OF2ൽ +2ഉം O2F2ൽ +1ഉമാണ് വരുന്നത്. പിന്നെയുള്ളത്, നമുക്ക് ഒരു ന്യൂട്രൽ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ആൾജിബ്രൈക് സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നേരെ മറിച്ച് ഒരു പോളി അറ്റോമിക് അയോൺ ആണ് എടുക്കുന്നതെങ്കിൽ ആൾജിബ്രൈക് സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ദ ചാർജ് പൊസസ്ഡ് ബൈ ദി അയോൺ. അതുപോലെ തന്നെ ഇഫ് എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ ദി യൂണിയൻ കോമ്പിനേഷൻ ഓഫ് എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ, മെറ്റൽ ഓൾവേസ് പൊസസ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് നോൺ മെറ്റൽ പൊസസ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നേരെ മറിച്ച് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് നോൺ മെറ്റൽ ഉപയോഗിച്ചാണെങ്കിൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിന് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിന് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിൽ ഓർക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫ്രീ എലമെൻറ്റിൻ്റെ കേസിൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഫ്ലൂറിൻ്റെ കേസിൽ -1. സിമ്പിൾ അയോൺ വരികയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ K+ അല്ലെങ്കിൽ Na+ അങ്ങനെയുള്ള സിമ്പിൾ അയോൺ വരികയാണെങ്കിൽ അതിൻ്റെ ചാർജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്സിജൻ ആറ്റത്തിൻ്റെ കേസിലുള്ള പ്രത്യേകത, ഹൈഡ്രജൻ്റെ കേസിൽ +1 ആണ്, പക്ഷേ മെറ്റൽ ഹൈഡ്രൈഡിൽ -. സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് പൊസസ്ഡ് ബൈ ദി അയോൺ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഈ പേജിൽ ഉള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എനിക്കൊന്ന് ആൻസർ തരാവോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. സോ ഞാനത് ഒരു 5-6 എക്സാമ്പിൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ഡൈക്രോമേറ്റ് അയോൺ, Pb3O4,
lead oxide. Then CH2Cl2, PO4 3-, HNO3, potassium permanganate, K2MnO4, potassium manganate ആണ് ആദ്യത്തെ കേട്ടോ. ഏറ്റവും അവസാനത്തെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്തേക്കാവോ, ഒന്ന് ചാറ്റ് ചെയ്തേക്കാവോ? നിങ്ങളുടെ ചാറ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. യെസ്, ഓൾവേസ് ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. യാ ഒന്ന് പെട്ടെന്നൊന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എനിക്കൊന്ന് മെൻഷൻ ചെയ്തേക്കാവോ? യെസ്, ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ യെസ്, വെരി ഗുഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? കാർബണിൻ്റെ +4 അല്ലേ വരുന്നത്? യെസ്, വെരി ഗുഡ്. ദെൻ ഡൈക്രോമേറ്റ് അയോൺ, ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, യെസ്, വെരി ഗുഡ്. യെസ്, പോരട്ടെ, ആൻസർ പെട്ടെന്ന് പോരട്ടെ. ഡൈക്രോമേറ്റ് അയോണിൽ 2 ക്രോമിയം ഉണ്ട്. ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 2 ക്രോമിയം. ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? +6. Pb3O4 ലെഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ലെഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് +8/3 ആണ് വരുന്നത്. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ Pb3O4 ഒരു പ്രത്യേകതയുണ്ട്. 3 ലെഡിൽ 2 ലെഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും 1 ലെഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. Pb3O4 അതിൻ്റെ പ്രത്യേകത NCERT ബുക്കിൽ തന്നെയുള്ള എക്സാമ്പിളുകൾ ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞു തരാം. കാർബൺ ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ഇൻ CH2Cl2 ഈസ് 0. whereas oxidative state of phosphorus in phosphate ion PO4 3- is equal to +5. Oxidative state of nitrogen in nitric acid is +5. Oxidative state of potassium permanganate, oxidative state of manganese in potassium manganate, permanganate അല്ല potassium manganate എത്രയാണെന്ന് പെട്ടെന്നൊന്ന് പറയാവോ? ഒരു പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ഇയറിൽ ഇപ്പം D&F ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. Can you give me the answer? Yes, very good, Gauri. Yes, very good. The oxidative state of manganese in potassium permanganate is +6 ആണ് വരുന്നത്. Whereas in the case of potassium permanganate it is +7 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പൊട്ടാസ്യം മാംഗനേറ്റിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. നേരെ മറിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് പോകുമ്പോൾ എത്രയാണ് വരുന്നത്? +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പോസസ് ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തായിരുന്നു കേട്ടോ. യെസ്. അപ്പം ഇതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുക. മുൻപോട്ട് പോകുമ്പോഴും ഇതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ ചാറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ നിങ്ങളിരുന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേപ്പറും പെന്നും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വൈകുന്നേരം സമയം അല്ലെങ്കിൽ ഈ സായാഹ്നം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ എക്സാം 28th തുടങ്ങുന്ന നമ്മുടെ എക്സാമിന് ഏറ്റവും നന്നായിട്ട് കെമിസ്ട്രിയിലൊക്കെ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം പോകാൻ വേണ്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഡോക്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 2-3 എക്സാമ്പിളുകൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ Pb3O4ൻ്റെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ ചില കേസുകളിൽ നമുക്ക് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. അതായത് ഇൻ ദ കേസ് ഓഫ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ദി ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾക്ക് ഈ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. അത് യഥാർത്ഥത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, അത് ജസ്റ്റ് ഒരു ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. സോ ദ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺലി ഫ്രം ദർ സ്ട്രക്ചർ. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ NCERT ബുക്കിൽ തന്നിരിക്കുന്നത്. 3 എക്സാമ്പിളുകളാണ് തന്നിരിക്കുന്നത്. കാർബൺ സബ് ഓക്സൈഡ്, ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡ് ആൻഡ് ടെട്രാതയോണേറ്റ് അയോൺ. ഇങ്ങനെ 3 എക്സാമ്പിളുകൾ നമ്മുടെ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാർബൺ സബ് ഓക്സൈഡിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? സാറേ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ സാറ് പറഞ്ഞ -2, അപ്പോൾ ടോട്ടൽ ഇവിടെ -4 വരണം. അപ്പോൾ തീർച്ചയായിട്ടും കാർബണിൻ്റെ എത്രയാണ് വരുന്നത്? +4/3 അല്ലേ വരുന്നത്? ഇങ്ങനെ ഒരു കേസാണ് വരുന്നത്. ഇനി ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഓക്സിജൻ 8 അല്ലേ വരുന്നത്? അപ്പം ഇവിടെ എത്ര വന്നു? -16 അല്ലേ വരുന്നത് ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ തീർച്ചയായിട്ടും ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കണം? ഒരു ബ്രോമിൻ്റെ 3 ബ്രോമിൻ്റെയും കൂടെ +16 ആണ്. ഒരു ബ്രോമിൻ വരുമ്പോൾ എന്ത് ചെയ്യും? +16/3. ഇതും ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസിൽ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
സോ വി നീഡ് ടു മൂവ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇപ്പോൾ കാർബൺ സബ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇതാ ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് കാർബൺ സബ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടെട്രാ തയോണൈറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാർബൺ സബ് ഓക്സൈഡിൻ്റെ കേസിൽ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4/3 ആണ്. അതുപോലെ തന്നെ ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ +16/3 ആണ്. ടെട്രാ തയോണൈറ്റ് അയോണിൻ്റെ കേസിൽ +5/2 ആണ് സൾഫറിൻ്റെ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. പക്ഷേ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ന്യൂട്രൽ മോളിക്യൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. കാർബൺ സബ് ഓക്സൈഡിൽ 3 കാർബണിൽ 2 കാർബൺ +2ഉം 1 കാർബൺ എത്രയാണ് വരുന്നത്? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് പൊസസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡിൽ 3 ബ്രോമിൻ ആറ്റത്തിൽ 2 ബ്രോമിൻ ആറ്റം +6ഉം 1 ബ്രോമിൻ +4ഉമാണ് പൊസസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നിങ്ങൾ ആ ടെട്രാ തയോണൈറ്റ് അയോണിലേക്ക് നോക്കിക്കേ, 4 സൾഫർ ആറ്റം ഉണ്ട്. അതിൽ 2 സൾഫറിന് എൻഡിലുള്ള 2 സൾഫറിന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റും മിഡിലുള്ള 2 സൾഫറിന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് പൊസസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നിങ്ങളൊന്ന് ഓർത്തോണം. ഇതിൻ്റെ കൂടെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഈ ക്രോമിയം പെൻറ്റോക്സൈഡ് ആണ്. മറ്റൊരു എക്സാമ്പിളാണ് ക്രോമിയം പെൻറ്റോക്സൈഡ്. ക്രോമിയം പെൻറ്റോക്സൈഡിൻ്റെ കേസിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ആൻസർ എത്ര വരും നമ്മുടെ മനസ്സിലേക്ക്? യെസ് സാർ, ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഈസ് +10. പക്ഷേ ഇതല്ല ആൻസർ. ക്രോമിയം പെൻറ്റോക്സൈഡിൻ്റെ കേസിൽ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ ക്രോമിയം പെൻറ്റോക്സൈഡ് ഈസ് +6. കാരണം ക്രോമിയം പെൻറ്റോക്സൈഡിൽ ക്രോമിയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഇതാണ് ക്രോമിയം പെൻറ്റോക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ നോക്കിക്കേ, ഈ 4 ഓക്സിജൻ പെറോക്സൈഡ് ലിങ്കേജിലാണ് ഉള്ളത്. പെറോക്സൈഡ് ലിങ്കേജിൽ ഓക്സിജൻ വരുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്? -1 ആണ് വരുന്നത്. -1. അപ്പോൾ ഈ 4 ഓക്സിജൻ പെറോക്സൈഡ് ലിങ്കേജിൽ വരുന്നത് കൊണ്ട് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. പക്ഷേ ഈ ഓക്സിജൻ നോർമലാണ്, അതുകൊണ്ട് തന്നെ -2 പൊസസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്രയാണ് വരുന്നത്? -6 ആണ്. ദെർഫോർ ക്രോമിയം പൊസസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ക്രോമിയം പെൻറ്റോക്സൈഡിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +10 അല്ല, +6 ആണ്. വൈ? ഡ്യൂ ടു ദർ ബട്ടർഫ്ലൈ സ്ട്രക്ചർ. നമ്മൾ ആ ക്രോമിയം പെൻറ്റോക്സൈഡിൻ്റെ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിനെ ബാറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കും, വവ്വാലിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് 4 ഓക്സിജൻ പെറോക്സൈഡ് ലിങ്കേജിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചില എക്സാമ്പിളുകൾ നമ്മുടെ NCERT ബുക്കിൽ തന്നിരിക്കുന്നത്. ദെൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനിലേക്ക് ഞാൻ പോകുന്നു. ഒരു പോയിന്റേ ഉള്ളൂ, 8.3 എന്ന് പറഞ്ഞ പോയിന്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന പോയിന്റ് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. Oxidation reduction. So we know that oxidation is a process of addition of oxygen or addition of electronegative element or removal of hydrogen or removal of electropositive element from a substance. പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ it is a process of addition of hydrogen or reduction. It is a process of addition of hydrogen or addition of electropositive element. അല്ലേ, റിഡക്ഷൻ നമുക്ക് അങ്ങനെ പറയാം. Or it is a removal of oxygen or removal of electronegative element. Oxidation and reduction. Then oxidation is a process. മറ്റൊരു രീതിയിൽ പറയാം, oxidation is a process in which an atom or group of atom take part in a chemical reaction loses one or more electrons. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അതുപോലെ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ്. എഗെയിൻ വീണ്ടും മറ്റൊരു ഡെഫിനിഷൻ, oxidation is the process in which involves increase in oxidation number and reduction is the process which involves decrease in oxidation number. അപ്പം 3 രീതിയിൽ ഞാൻ ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ ഡെഫിനേഷൻ ഞാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒന്ന്, നമ്മുടെ ക്ലാസിക്കൽ മെത്തേഡ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ശരിയാണല്ലോ ആദ്യത്തെ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്. 2, റിഡക്ഷൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം, ഇത് നേരെ റിവേഴ്സ് ചെയ്തു നമ്മൾ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ശരിയാണല്ലോ. വീണ്ടും രണ്ടാമത്തെ ടൈപ്പ് ഡെഫിനിഷൻ, ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലൂസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ലൂസ് വരുന്ന കേസിൽ, നഷ്ടപ്പെടുന്ന കേസിൽ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ.
വീണ്ടും മൂന്നാമത്തെ ടൈപ്പ് ഡെഫിനിഷൻ, ഓക്സിഡേഷൻ മീൻസ് ദ പ്രോസസ് വെർ വി ക്യാൻ സി ആൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കണം. Then oxidizing agent and reducing agent, substance which enhance oxidation by undergo reduction is considered as oxidizing agent, represented as OA, oxidizing agent. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാം, ആരാണോ റിഡക്ഷൻ നടത്തുന്നത് അയാളായിരിക്കും എന്ത്, ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റൻസ് വിച്ച് എൻഹാൻസ് റിഡക്ഷൻ ബൈ ഇറ്റ് സെൽഫ് അണ്ടർഗോ ഓക്സിഡേഷൻ, അഥവാ ഓക്സിഡേഷൻ നടത്തുന്ന ആൾക്കാരെയെല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. The different type of redox reaction are combination reaction, decomposition reaction, displacement reaction and disproportionation reaction. ഇങ്ങനെ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്നും കൂടെ മനസ്സിൽ ഓർത്ത് നോക്കിക്കേ. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫസ്റ്റ് about our combination reaction. A combination reaction is said to be a redox reaction when one of the combining components should be in their elementary form. എല്ലാ കോമ്പിനേഷൻ റിയാക്ഷനെ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കത്തില്ല. കോമ്പിനേഷൻ റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന കോമ്പണൻറ്റ് ഇല്ല ഒരാളെങ്കിലും ഏത് ഫോമിലായിരിക്കണം, എലമെൻ്ററി ഫോമിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് നൈട്രജൻ ടു ഗീവ് മഗ്നീഷ്യം നൈട്രേറ്റ്. 2 കോമ്പണൻറ്റും കമ്പൈൻ ചെയ്യുന്ന 2 കോമ്പണൻറ്റും ഏത് ഫോമിലാണുള്ളത്, എലമെൻ്ററി ഫോമിലാണ്. ദെയർഫോർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ. ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ തിരിച്ചു വരും. എല്ലാ ഡിക്കമ്പോസിഷൻ റിയാക്ഷനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നില്ല. എങ്ങനെയുള്ള ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കണം? ക്യാൻ യു ഗീവ് മീ? യെസ് നന്ദന, വെരി ഗുഡ്. യെസ്. ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ മീൻസ് ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആകണമെങ്കിൽ, യെസ് വെരി ഗുഡ്, കണ്ടിന്യൂ ചെയ്തോ, റെസ്പോണ്ട് ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. യെസ്, വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഇൻ ദർ എലമെൻ്ററി ഫോം. ഡിക്കമ്പോസിഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഏത് ഫോമിലായിരിക്കണം, എലമെൻ്ററി ഫോമിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. വാട്ടർ ഈസ് ഡിക്കമ്പോസ്ഡ് ടു ഗീവ് H2 ആൻഡ് O2. പ്രൊഡക്റ്റ് രണ്ടും എലമെൻ്ററി ഫോമിലാണ്. Decomposition reaction is an example for a redox reaction. Potassium chloride is decomposed to give potassium chloride and oxygen. Decomposition reaction. പക്ഷേ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, കാൽഷ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് എ നെവർ ആൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ. വൈ? എന്തുകൊണ്ടാണ്? റെസ്പോണ്ട് ചെയ്യാവോ? യെസ് വെരി ഗുഡ്, ബിക്കോസ് ബോത്ത് ദ പ്രൊഡക്റ്റ് ഈസ് ഇൻ കമ്പൈൻഡ് ഫോം. അല്ലാതെ 2 പ്രൊഡക്റ്റിൽ ഒന്നും എന്തില്ല, എലമെൻ്ററി ഫോമിലില്ല, രണ്ടും എന്താണ്, കമ്പൈൻഡ് ഫോമിലാണുള്ളത്. ദാറ്റ് ഈസ് വൈ ദിസ് റിയാക്ഷൻ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അല്ലെങ്കിൽ എപ്പോഴാണ് കോമ്പിനേഷൻ റിയാക്ഷനും ഡിക്കമ്പോസിഷൻ റിയാക്ഷനും റിഡോക്സ് റിയാക്ഷൻ ആകുന്നത് എന്ന് മനസ്സിലായല്ലോ. ലെറ്റ് മീ ഗോ ടു ദ തേർഡ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. The reaction in which atom or ion in a compound is displaced by another atom or ion is called as displacement reaction. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഓർ ഓഫ് 2 ടൈപ്സ്, 2 തരത്തിലുണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഉണ്ട്. ഫസ്റ്റ് about our metal displacement reaction. In this type, metal in a compound is displaced by another metal in uncombined state. ഒരു കോമ്പൗണ്ടിലുള്ള മെറ്റൽ മറ്റൊരു മെറ്റൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ക്യാൻ യു ഗീവ് മീ വൺ എക്സാമ്പിൾ ഫോർ ദിസ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഫെമിലിയറാ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാൻ യു ഗീവ് മീ ദി ആൻസർ? യെസ്, വെരി ഗുഡ്. യെസ് വെരി ഗുഡ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാ? യെസ്, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സിങ്ക് കമ്പൈൻസ് വിത്ത് കോപ്പർ സൾഫേറ്റ് ടു ഗീവ് സിങ്ക് സൾഫേറ്റ് ആൻഡ് കോപ്പർ. നോക്കിക്കേ, ഈ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ എന്ന് പറഞ്ഞ മെറ്റലിനെ ആര് ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞു? സിങ്ക് ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞു. മറ്റൊരു എക്സാമ്പിൾ ആണ് ദിസ് ക്രോമിയം ഇൻ ക്രോമിയം ഓക്സൈഡ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അലുമിനിയം, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ദെൻ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നമുക്ക് 2 രീതിയിൽ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ മെറ്റലും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ നോൺ മെറ്റലും ഉണ്ട്. നോക്കിക്കേ, ഇൻ ഫസ്റ്റ് എക്സാമ്പിൾ
ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ. നോക്കിക്കേ, ഇവിടെയുള്ള ഹൈഡ്രജനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? നോൺ മെറ്റലിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ മെറ്റൽ. ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ മെറ്റൽ. ദെൻ ഇൻ സെക്കൻഡ് കേസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ നോൺ മെറ്റൽ. ദാറ്റ് ഈസ് ഫ്ലൂറിൻ ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ, വാട്ടറിലുള്ള ഹൈഡ്രജനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? ഫ്ലൂറിൻ ഡിസ്പ്ലേസ് ചെയ്തു. ഒരു നോൺ മെറ്റലിനെ മറ്റൊരു നോൺ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ പൊട്ടാസ്യം ബ്രോമൈഡിലുള്ള നോൺ മെറ്റലാണ് ബ്രോമിന്. ആ ബ്രോമിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? ക്ലോറിൻ മറ്റൊരു നോൺ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ മെറ്റൽ ആകാം, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ നോൺ മെറ്റൽ ആകാം. അപ്പം മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ രണ്ട് തരത്തിൽ. ഏതൊക്കെയാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? രണ്ട് തരത്തിൽ. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വളരെ ഫെമിലിയർ ആണ്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമുക്കറിയാം രണ്ട് രീതിയിൽ നടക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ മെറ്റലും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽ ബൈ എ നോൺ മെറ്റലും ഉണ്ട്. ഓക്കെ. Then disproportionation reaction, another an important point. മിക്കവാറും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ നമ്മളൊരു കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ റിഡോക്സ് റിയാക്ഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണാവുന്നതാണ് ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? Disproportionation reaction means a species or a species simultaneously undergo both oxidation and reduction. നോക്കിക്കേ, സെന്റൻസ് ഒന്ന് നോക്കിക്കേ. Special type of redox reaction in which a species, same species, simultaneously undergo both oxidation and reduction. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് വൈറ്റ് ഫോസ്ഫറസ് ഓൺ റിയാക്ഷൻ വിത്ത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. ആ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങോട്ടേക്ക് പോവുകയാണ്? +2ലേക്കും 0യിലേക്കും പോവുകയാണ്. വാട്ടറിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. O2ൽ എലമെൻ്ററി ഫോമാണ്, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, -1 -2 ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇവിടെ -1 0 ആയിട്ട് മാറുന്നു. -1 0 ആയിട്ട് മാറുന്നു. -1 0 ആയിട്ട് മാറുന്നു. -1 -2 ആയിട്ട് മാറുന്നത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പം നമ്മൾ റിഡക്ഷൻ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ -1 0 ആയിട്ട് മാറുന്നത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷനാണ്. അപ്പം സെയിം സ്പീഷീസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരേ സമയത്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസ് ഇൻ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആരായിട്ടാണ് മാറുന്നത്? -3ഉം +1ഉം ആയിട്ടല്ലേ മാറുന്നത്. ഫോസ്ഫറസ് ഓൺ ഇൻ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഗീവ് ഫോസ്ഫൈൻ pH3 ആൻഡ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് മാറി? -3 ആയിട്ട് മാറി. ഏത് പ്രോസസ്സാണ് ഇവിടെ? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, റിഡക്ഷൻ. 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് മാറുന്നു? +1 ആയിട്ട് മാറുന്നു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, that is oxidation process. Same species simultaneously undergo both oxidation and reduction. അപ്പം നമുക്ക് എക്സാമിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഫോക്കസ് ഏരിയയിൽ ഉള്ളത് കൊണ്ട് ആ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മേ ബി അതുകൊണ്ട് വല്ലതും ചോദിക്കാതെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അപ്പം ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഈ രണ്ട് എക്സാമ്പിളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. സോ ഇൻ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, ഈ ഒരു സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ സോ യു ക്യാൻ സീ ദാറ്റ് സ്റ്റെപ്പ് 1 represent the unbalanced equation in ionic form. Step 2, separate the reaction into two half reaction, oxidation half reaction and reduction half reaction. മനസ്സിൽ ഓർത്തോണം അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നമ്മൾ അൺബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി, അതിനുശേഷം ആ അൺബാലൻസ്ഡ് ഇക്വേഷനെ 2 ഹാഫ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആറ്റം.
സ്റ്റെപ്പ് 4-ൽ ഇൻ അസിഡിക് മീഡിയം ഓക്സിജൻ ഈസ് ബാലൻസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ആൻഡ് ഹൈഡ്രജൻ ഈസ് ബാലൻസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് H+. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 4ാമത്തെ സ്റ്റെപ്പ്, അസിഡിക് മീഡിയത്തിൽ ഓക്സിജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം. ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് H2O ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് H+ ആഡ് ചെയ്യണം. ഇനി അതേപോലെ സ്റ്റെപ്പ് 4-ൽ നോക്കിക്കേ, ഞാനത് കളർ ചേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 4 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് നോക്കിക്കേ. റിയാക്ഷൻ ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നത് എങ്കിൽ in the reaction is carried out in basic medium, for each H+ ion add equal number of OH- ion to the both side. അതായത് ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അസിഡിക് മീഡിയത്തിൽ ഉള്ളതുപോലെ തന്നെ ചെയ്യുക. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക, ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് H+ ആഡ് ചെയ്യുക. പക്ഷേ അത് ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അതുവരെ കംപ്ലീറ്റ് ആയതിനു ശേഷം ആഡ് OH- ion ഓൺ ബോത്ത് സൈഡ്. എത്ര H+ ആണോ ആഡ് ചെയ്തത് അതേ നമ്പർ OH- എന്ത് ചെയ്യണം? നിങ്ങൾ 2 സൈഡിലും ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ക്രീൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. വീണ്ടും 5ാമത്തെ സ്റ്റെപ്പ്, ആഡ് ഇലക്ട്രോൺസ് ടു ഹാഫ് റിയാക്ഷൻ ടു ബാലൻസ് ദ ചാർജസ്. ഇഫ് നീഡ് മേക്ക് ദി ഇലക്ട്രോൺസ് ഈക്വൽ ഇൻ ടു ഹാഫ് റിയാക്ഷൻ ബൈ മൾട്ടിപ്ലൈങ് വിത്ത് സ്യൂട്ടബിൾ നമ്പർ. ആ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു, റിഡക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പം ആ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലൂസ്ഡ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ആയിരിക്കണം. സ്റ്റെപ്പ് 6 എന്ന് പറയുമ്പോൾ ആഡ് ടു ഹാഫ് റിയാക്ഷൻ ആൻഡ് ഗെറ്റ് ദി ഓവറോൾ റിയാക്ഷൻ. സ്റ്റെപ്പ് 7 വെരിഫൈ ദി ഇക്വേഷൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടെ മനസ്സിലൊന്ന് പഠിച്ചു നോക്കി. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ആ സ്കെൽറ്റൽ ഫോം എഴുതുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആറ്റവും, ഓക്സിജൻ ഒഴികെ എല്ലാ ആറ്റവും നമ്മൾ ബാലൻസ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഓക്സിജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ബാലൻസ് ചെയ്തു. ഓക്സിജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഓക്സിജൻ ആറ്റത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് H+ ആഡ് ചെയ്തു. ഇനി റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലല്ല ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ ഈ ആദ്യത്തെ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എത്ര H+ ആണോ ആഡ് ചെയ്തത് അതേ നമ്പർ OH- 2 സൈഡിലേക്ക് അങ്ങ് ആഡ് ചെയ്തേക്കുക. 4 H+ ആണ് ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ 4 OH- 2 സൈഡിലേക്ക് അങ്ങ് ആഡ് ചെയ്തേക്കുക. 5ാമത്തെ സ്റ്റെപ്പ് ഇത്ര ഓർത്താച്ചാൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലൂസ്ഡ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 6 2 ഹാഫ് റിയാക്ഷനും ആഡ് ചെയ്ത് റിഡോക്സ് റിയാക്ഷനായിട്ട് മാറ്റുക. ഓക്കെ, പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഇത് നോക്കിക്കേ, ഞാൻ അസിഡിക് മീഡിയത്തിൽ ഒരു റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. Fe2+ ഓൺ റിയാക്ഷൻ വിത്ത് ഡൈക്രോമേറ്റ് അയോൺ ടു ഗീവ് Fe3++ Cr3+. അസിഡിക് മീഡിയത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്കെൽറ്റൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ 2 ഹാഫ് റിയാക്ഷനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു, ഹാഫ് റിയാക്ഷനായിട്ട് മാറ്റുന്നു. അപ്പം ഈ നോക്കിക്കുക, Fe2+ Fe3+ ആയിട്ട് മാറിയ പ്രോസസ്സ് ഏതാണ്? ഓക്സിഡേഷനാണ്. അപ്പോൾ ഇത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനാണ്. ഡൈക്രോമേറ്റ് അയോണിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6. +6 ഇവിടെ ആരായിട്ടാണ് മാറുന്നത്? +3 ആയിട്ടാണ് മാറുന്നത്. അപ്പം ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പം റിഡക്ഷനാണ്. അപ്പം ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ശ്രദ്ധിച്ച് നോക്കിക്കോണേ, സ്പ്ലിറ്റ് ചെയ്യുകയാണ്. Fe2+ ഓക്സിഡേഷനാണ്, Fe3+ ആയിട്ട് മാറുന്നു, +1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ അവിടെ ലൂസ് ചെയ്തിട്ടുണ്ട് ഓക്സിഡേഷൻ ആയതുകൊണ്ട്. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു? ഡൈക്രോമേറ്റ് അയോൺ Cr2O7 2-. ഡൈക്രോമേറ്റ് അയോൺ ആരായിട്ടാണ് മാറുന്നത്? ഡൈക്രോമേറ്റ് അയോൺ ക്രോമിയം 3+ ആയിട്ട് മാറുന്നു. എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്? ശ്രദ്ധിച്ചോണം, 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 ഞാൻ അപ്ലൈ ചെയ്യുന്നു. സ്റ്റെപ്പ് 2 പ്രകാരം 2 ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 കൂടെ അപ്ലൈ ചെയ്യുന്നു. ബാലൻസ് ഓൾ ആറ്റം അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ അയൺ ഓൾറെഡി ബാലൻസ്ഡ്, 2 സൈഡിലും 2 അയൺ വെച്ചുണ്ട്. പക്ഷേ 2ാമത്തെ കേസിൽ നിങ്ങൾ നോക്കിക്കേ, ഒരിടത്ത് 2 ക്രോമിയമാണ്, മറ്റിടത്ത് 1 ക്രോമിയമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്രോമിയം ഞാൻ ബാലൻസ് ചെയ്യുന്നു. കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ 2 ക്രോമിയം ഞാൻ ആഡ് ചെയ്തു. ഇനി ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത് എത്രയാണെന്ന് നോക്കിക്കേ. +6 +3 ആയിട്ട് മാറാൻ വേണ്ടി 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. പക്ഷേ 2 ക്രോമിയമാണ് +6-ലുള്ളത്. 2 ക്രോമിയം +6-ൽ നിന്ന് +3-ലേക്ക് പോകുമ്പോൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം? 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഓക്സിജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ബാലൻസ് ചെയ്യുന്നു. ഓക്സിജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും ബാലൻസ് ചെയ്യാൻ വേണ്ടി അയണിൻ്റെ കേസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് സ്റ്റെപ്പ് 4 ആണേ. സ്റ്റെപ്പ് 1, 2, 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അയണിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം അവിടെ ആരില്ല, ഓക്സിജൻ ആറ്റവും ഇല്ല, ഹൈഡ്രജൻ ആറ്റവും ഇല്ല. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ എഴുതി. അടുത്ത രണ്ടാമത്തെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഞാൻ എടുത്തു. അതിൽ ഓക്സിജൻ ആറ്റം ഞാൻ ബാലൻസ് ചെയ്യുന്നു. ഓക്സിജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്ര വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം? 2 ക്രോമിയം അയോണിൻ്റെ കൂടെ എത്ര വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം? 7 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം. 7 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഹൈഡ്രജൻ വന്നു? 14 ഹൈഡ്രജൻ വന്നില്ലേ 7 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്ര H+ ആഡ് ചെയ്യണം? 14 H+ ആഡ് ചെയ്യണം. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ ഓക്സിജൻ ആറ്റവും ബാലൻസ് ചെയ്തു, ഹൈഡ്രജൻ ആറ്റവും ബാലൻസ് ചെയ്തു, ക്രോമിയം ആറ്റം ബാലൻസ് ചെയ്തു, അയൺ ഓൾറെഡി ബാലൻസ്ഡാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ സ്റ്റെപ്പ് 4 കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 5ലേക്ക് പോവുക. സ്റ്റെപ്പ് 5ൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്തേ ഉള്ളൂ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലൂസ്ഡ് ഇൻ ഓക്സിഡേഷൻ പ്രോസസ്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഇൻ റിഡക്ഷൻ പ്രോസസ്സ്. ഇവിടെ ഓക്സിഡേഷൻ പ്രോസസ്സിൽ ലൂസ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഓക്സിഡേഷൻ പ്രോസസ്സിൽ 1 ഇലക്ട്രോണാണ്. റിഡക്ഷൻ പ്രോസസ്സിൽ ഗെയിൻ ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 6 ഇലക്ട്രോണാണ്. അപ്പോൾ അത് ഈക്വൽ ആകണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ ഏത് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 6 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 6 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്തത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുക. 6Fe2+ ഗീവ്സ് 6Fe3+ പ്ലസ് 6 ഇലക്ട്രോൺസ് ഞാൻ എഴുതി. അടുത്തത് രണ്ടാമത്തെ റിയാക്ഷൻ ഞാൻ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുന്നു. അത് ഓൾറെഡി ബാലൻസ്ഡാണ്. Cr2O7 2- പ്ലസ് 6 ഇലക്ട്രോൺസ് പ്ലസ് 14H+ ഗീവ്സ് 2Cr3+ പ്ലസ് 7H2O. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഞാൻ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ഞാൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? ആഡ് ചെയ്യുമ്പോൾ ഒരേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഇലക്ട്രോൺസ് ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി എന്താ ഉള്ളത്? 6Fe2+ പ്ലസ് Cr2O7 2- പ്ലസ് 14H+, ശരിയാണല്ലോ, ഗിവ്സ് 2Cr3+ പ്ലസ് 6Fe3+ പ്ലസ് 7H2O. ഇനി നിങ്ങൾ നോക്കിക്കേ, രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണോ ഉള്ളത് നോക്കിക്കേ. രണ്ട് സൈഡിലും ഒരേ നമ്പർ അയൺ ആറ്റം വരുന്നുണ്ട്, 6 എണ്ണം വെച്ച് വരുന്നുണ്ട്. ക്രോമിയത്തിൻ്റെ എണ്ണം രണ്ട് സൈഡിലും 2 എണ്ണം വെച്ച് വരുന്നുണ്ട്. ഓക്സിജൻ്റെ എണ്ണം രണ്ട് സൈഡിലും 7 എണ്ണം വെച്ചല്ലേ? ഇവിടെയും 7 ഓക്സിജൻ, ഇവിടെയും 7 വാട്ടർ മോളിക്യൂളിൽ 7 ഓക്സിജൻ. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ എണ്ണം രണ്ട് സൈഡിലും എത്ര വെച്ച് വരുന്നുണ്ട്? 14 എണ്ണം വരുന്നുണ്ട്. ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. അപ്പം ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അസിഡിക് മീഡിയം ആണെങ്കിൽ ആദ്യം നമ്മൾ സ്കെലറ്റൽ ഫോം എഴുതി, 2 ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 3 ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള ആറ്റംസ് ബാലൻസ് ചെയ്തു. ദെൻ ഓക്സിജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് വാട്ടർ ആഡ് ചെയ്തു, ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്ത് H+ ആഡ് ചെയ്തു. ഇനി 5ാമത്തെ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിക്കേ. ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലൂസ്ഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ആണോ നോക്കുക, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഇൻറ്റീജർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 6ാമത്തെ സ്റ്റെപ്പിൽ 2 ഹാഫ് റിയാക്ഷൻ ആഡ് ചെയ്യുക, ദെൻ വെരിഫൈ ദി ഇക്വേഷൻ. ഓക്കെ, വീണ്ടും അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അസിഡിക് മീഡിയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം, സാറേ അങ്ങനെയാണെങ്കിൽ ബേസിക് മീഡിയത്തിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ NCERT ബുക്കിൽ ഇൻടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു എക്സാമ്പിളിലേക്ക് ഞാൻ പോകുന്നില്ല. NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണോ അത് മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ബേസിക് മീഡിയത്തിൽ തന്നെ NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു എക്സാമ്പിളാണ് മാൻഗനേറ്റ് അയോൺ ഇൻ റിയാക്ഷൻ വിത്ത് അയഡൈഡ് അയോൺ ടു ഗീവ് മാൻഗനീസ് ഡയോക്സൈഡ് ആൻഡ് അയോഡിൻ മോളിക്യൂൾ. ഇതൊന്ന് ബേസിക് മീഡിയത്തിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കെൽറ്റൽ ഫോം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് നമുക്ക് നോക്കണ്ടേ?
നമ്മൾ ആ ചേഞ്ച് നമ്മൾ നോക്കുന്നു. ഇവിടെ പെർമാംഗനേറ്റ് അയോണിൻ്റെ കേസിൽ എത്രയാണ് വരുന്നത്? +7 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് അയോഡൈഡ് അയോണിൻ്റെ കേസിൽ -1 തന്നെ, കാരണം നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണാണ്, അതിൻ്റെ ചാർജ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. മാംഗനീസ് ഡയോക്സൈഡിൽ +4, അയോഡിൻ മോളിക്യൂളിൽ 0. അപ്പം ഇവിടെ ഓക്സിഡേഷൻ നടത്തുന്നത് ആരാ? മാംഗനീസ് റിഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പം ഓക്സിഡേഷൻ നടത്തുന്നത് ആരാ? അയോഡൈഡ് അയോൺ അല്ലേ ഓക്സിഡേഷൻ നടത്തുന്നത്. അപ്പം ഞാൻ ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായിട്ട് എഴുതുകയാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ആദ്യം ഞാൻ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുന്നു. I- എന്തായിട്ട് മാറി? I2 ആയിട്ട് മാറി. I2 പ്ലസ് എത്ര ഇലക്ട്രോൺസ് എന്ന് അറിയണമെങ്കിൽ ഞാൻ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ഞാൻ ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അയഡിൻ ബാലൻസ്ഡ് അല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 2 അയോഡൈഡ് അയോൺ കൊടുക്കുന്നു. അയോഡൈഡ് അയോൺ I- ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ലൂസ് ചെയ്യേണ്ടത്? 2 I- കൂടെ കൂട്ടി 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. ഇതാണ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുന്നു. പെർമാംഗനേറ്റ് അയോൺ MnO4- ആരായിട്ടാണ് മാറുന്നത്? ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. +7 +3 ആയിട്ടാണ് മാറുന്നത്, +4 ആയിട്ടാണ് മാറുന്നത്. എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം ആ റിഡക്ഷൻ പ്രോസസ്സിൽ? 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. അപ്പം 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. 3 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയില്ലേ? സ്റ്റെപ്പ് 1 അയോണിക് ഫോമിൽ എഴുതി. സ്റ്റെപ്പ് 2 ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഓൾ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റെപ്പ് 4ലേക്ക് പോവുകയാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ബേസിക് മീഡിയം ആണ് എന്നുള്ള കാര്യം. അപ്പം ഞാനിത് എഴുതുന്നു. സ്റ്റെപ്പ് 4ൽ ഞാൻ എഴുതുന്നു 2I- gives I2 + 2 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് പെർമാംഗനേറ്റ് അയോൺ. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് പെർമാംഗനേറ്റ് അയോണിൻ്റെ കേസിൽ? എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് പെർമാംഗനേറ്റ് അയോണിൻ്റെ കേസിൽ? 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പം എത്ര ഓക്സിജൻ ആറ്റത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ? 2 ഓക്സിജൻ ആറ്റത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്തു? 2 വാട്ടർ മോളിക്യൂൾ ഞാൻ ആഡ് ചെയ്തു. 2 വാട്ടർ മോളിക്യൂൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എത്ര H+ അയോൺ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആഡ് ചെയ്യണം? 4 H+ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആഡ് ചെയ്യണം. കാരണം ഞാൻ 2 വാട്ടർ മോളിക്യൂൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തപ്പോൾ അവിടെ 4 ഹൈഡ്രജൻ ആറ്റം വന്നു. അപ്പോൾ ആ 4 ഹൈഡ്രജൻ ആറ്റം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? 4 H+ ആഡ് ചെയ്തു. പക്ഷേ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയത്തിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര H+ ആണോ ആഡ് ചെയ്തത് അതേ നമ്പർ OH- 2 സൈഡിലേക്കും ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 2 സൈഡിലേക്ക് ഞാൻ OH- ആഡ് ചെയ്യുന്നു. 4 OH- വെച്ച് 2 സൈഡിലേക്ക് ഞാൻ ആഡ് ചെയ്തു 4 OH-. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് 4 H+ + 4 OH- എന്ന് പറയുന്നത് എത്രയാണെന്നൊന്ന് പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? 4 H+ + 4 OH-. യെസ്, വെരി ഗുഡ് ശ്രീലക്ഷ്മി. യെസ്, ദ ആൻസർ ഈസ് 4H2O. 4 H2O ആണ് വരുന്നത്. 4H2O ശരിയല്ലേ? 4H+ + 4 OH- എന്ന് പറയുന്നത് എത്രയാണ്? 4H2O അല്ലേ വരുന്നത്? 4H2O. അപ്പോൾ ഞാനിത് 4H2O ആണ്. അപ്പോൾ ഈ 4H2Oയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 4H2Oയും തമ്മിൽ ക്യാൻസലായി. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 4H2Oയും ക്യാൻസലായി. 4H2Oയും 2H2Oയും. ബാക്കി ഇവിടെ എത്ര H2O വരുന്നുള്ളൂ? 2H2O അല്ലേ വരുന്നുള്ളൂ. ഓക്കെ, 2H2O. അപ്പം ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, ഇവിടെ ഗെയിൻ ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം ഉണ്ട്. 3 ഇലക്ട്രോണാണ് ഗെയിൻ ചെയ്തേക്കുന്നത്. ഓൾറെഡി 3 ഇലക്ട്രോണാണ് ഗെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഞാൻ എഴുതുന്നു. നോക്കിക്കേ, 2I- കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. 2I- gives I2 + 2 ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്തത് MnO4- + 2H2O + 3 ഇലക്ട്രോൺസ് gives MnO2 + 4 OH-.
ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ? സ്റ്റെപ്പ് 4 വരെ നമ്മൾ കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് എന്താണ്? സോ വി നീഡ് ടു show that the number of electrons loosed in oxidation is equal to number of electrons gained in reduction. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ പ്രോസസ്സിൽ ലൂസ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം 2, റിഡക്ഷൻ പ്രോസസ്സിൽ ഗെയിൻ ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം 3. ഇത് ഈക്വൽ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ രണ്ടിടത്തും 6 ഇലക്ട്രോൺ വെച്ച് വേണം. അങ്ങനെ വേണമെങ്കിൽ ആദ്യത്തെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ റിഡക്ഷൻ പ്രോസസ്സിനെ നമ്മൾ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തേ റിയാക്ഷൻ എഴുതിക്കേ. മൾട്ടിപ്ലൈ ചെയ്ത് റിയാക്ഷൻ എഴുതുമ്പോൾ 6I- gives 6I2 പ്ലസ് 6 ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2MnO4 മൈനസ് പ്ലസ് 4H2O പ്ലസ് 6 ഇലക്ട്രോൺസ് gives 2MnO2 പ്ലസ് 8OH-. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? ആൻസർ ആയില്ലേ നമുക്ക്? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ക്യാൻസൽ ആയിപ്പോയി? ഓൺ ആഡിങ് ബോത്ത് ദിസ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഇലക്ട്രോൺസും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ? ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ആൻസർ ആയി. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് ഞാൻ എഴുതുന്നു. സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് എഴുതുന്നു. 2MnO4 മൈനസ് ബാലൻസ്ഡ് റിയാക്ഷൻ 2MnO4 മൈനസ് പ്ലസ് 6I- പ്ലസ് 4H2O gives 2MnO2 പ്ലസ് 8OH-. ഇനി ഒന്ന് ചെക്ക് ചെയ്തേ, രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണെന്നുള്ളത്. രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് മാൻഗനീസ് ആണ്. 2 മാൻഗനീസ് വെച്ചുണ്ട്. സെയിം നമ്പർ ഓഫ് അയഡിൻ ആണ് രണ്ട് സൈഡിലും വരുന്നത്. പ്ലസ് I2 കൂടി ഇല്ലേ? 6I2 കൂടി ഉണ്ട് നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി. 3I2 ഇവിടെ 3I2 അല്ലേ വരുന്നത്? 3 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3I2 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3I2. അപ്പം 3I2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 6 അയഡിൻ വെച്ചുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 6I- കൂടെ എത്ര I2 ആണ് വരുന്നത്? 3I2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 3I2, രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് അയഡിന്. അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം നമ്മൾ നോക്കുന്നു. 8 പ്ലസ് 4 12. ഇവിടെ വരുമ്പോൾ എത്ര വന്നു? 4 പ്ലസ് 8 12 ഓക്സിജൻ ആറ്റം തന്നെയല്ലേ വരുന്നത്? മാംഗനീസ് ഡയോക്സൈഡിൽ 4 ഓക്സിജൻ ആറ്റം, OH- 8 ഓക്സിജൻ ആറ്റം, 12 ഓക്സിജൻ ആറ്റം. ഹൈഡ്രജൻ നമ്മൾ നോക്കുന്നു. 8 ഹൈഡ്രജൻ. ഇവിടെയും എത്ര തന്നെയാണ്? 8 ഹൈഡ്രജൻ. ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏത് മാത്രം നോക്കിയാൽ മതി? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്? നമ്മുടെ റിഡോക്സ് റിയാക്ഷനിൽ തിയറി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, so the first question, in the reaction lead combines with the lead dioxide and sulfuric acid to give lead sulfate and water. Identify the following. The substance oxidized. ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത്? The substance reduced. The oxidizing agent, the reducing agent. എളുപ്പം പറയത്തില്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കുന്നു. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതാ? PB. 0 ഓക്സിഡേഷൻ സ്റ്റേറ്റാ. PbO2 ലെഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +4. +4. PB 0യിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 0യിൽ നിന്ന് +2 പോകുന്നത്. PbSO4 +2. അപ്പം ഇവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ലെഡ് ഏത് പ്രോസസ്സാണ് നടത്തുന്നത്? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ലെഡ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പം ഓക്സിഡേഷൻ പ്രോസസ് അല്ലേ നടത്തുന്നത്? അതേപോലെ തന്നെ +4ലുള്ള ലെഡ് ആരായിട്ട് മാറുന്നു? അതും +2 ആയിട്ട് തന്നെ മാറുന്നത്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഏത് പ്രോസസ്സാ? റിഡക്ഷൻ പ്രോസസ്സാ. അപ്പം ഓക്സിഡേഷൻ നടത്തുന്നത് ആരാണ്? ലെഡ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ എഗെയിൻ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്. ആരാ? ലെഡ് ഡയോക്സൈഡിലുള്ള ലെഡാണ് റിഡക്ഷൻ നടത്തുന്നത്. അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണോ റിഡക്ഷൻ നടത്തുന്നത് അതായിരിക്കണം ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ആരായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്? PbO2ലുള്ള PB. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? PB. അപ്പം മെയിനായിട്ട് നമ്മളവിടെ എന്ത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി? ആരാണ് ഓക്സിഡേഷൻ നടത്തുന്നത്, ആരാണ് റിഡക്ഷൻ നടത്തുന്നത്. ഓക്കെ,
Then the second sub-question is what is disproportionation reaction? നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് disproportionation reaction എന്നുള്ളത് നമുക്കറിയാം. Same species simultaneously undergo both oxidation and reduction. Then balance the following redox reaction by ion electron method or oxidation number method. 2019 ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ച് സോൾവ് ചെയ്താൽ മതി. പക്ഷേ ഓൾറെഡി ഞാൻ ഈ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ആ ക്വസ്റ്റനിലേക്ക് പോകുന്നില്ല, അതേ ടൈപ്പ് ക്വസ്റ്റനിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ. Then calculate the number of oxidation number of chromium dichromium trioxide and sulfur in H2SO4. പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്രോമിയം ട്രയോക്സൈഡിലുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? സൾഫ്യൂരിക് ആസിഡിലുള്ള സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഓക്സിജൻ -2 3 ഓക്സിജൻ വരുമ്പോൾ എത്ര വന്നു? -6. അപ്പം 2 ക്രോമിയത്തിൻ്റെയും കൂടെ +6, ഒരു ക്രോമിയത്തിൻ്റെ എത്ര വന്നു? +3. സൾഫ്യൂരിക് ആസിഡിൽ H2SO4 ഓക്സിജൻ 4 ഓക്സിജൻ -2 × 4 -8. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ +1 × 2 +2. അപ്പോൾ ബാക്കി സൾഫറിന് എത്രയാണ് വരേണ്ടത്? +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. In disproportionation reaction, an element in one oxidative state is simultaneously oxidized and reduced. Identify the element undergo disproportionation in the following. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. 2013 ക്വസ്റ്റൻ ആണ്, സെപ്റ്റംബർ. So next we can move to our hydrogen, the second chapter, that is our hydrogen. അപ്പോൾ ഹൈഡ്രജൻ്റെ ഫോക്കസ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിലും ശ്രദ്ധിച്ച് ഏതൊക്കെ ടോപ്പിക്കാണ് അതിൽ വരുന്നത്? സോ 4 പോയിന്റുകളാണുള്ളത്. വളരെ ചെറിയ 4 പോയിന്റുകൾ മാത്രമേ നമുക്ക് ഹൈഡ്രജൻ്റെ ഫോക്കസ് ഏരിയ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, ഹൈഡ്രൈഡ്സ്, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രിപ്പറേഷനോ പ്രോപ്പർട്ടീസോ ഇതൊന്നുമില്ല. എന്ത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ? സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. So first, commercial production of dihydrogen. So in commercial production of dihydrogen, electrolysis of acidified water using platinum electrodes. ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ളത് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. Then electrolysis of warm aqueous barium hydroxide solution using nickel electrodes obtained as a byproduct during the electrolysis of brine solution. Concentrated sodium chloride solution byproduct ആയിട്ടും നമുക്ക് ഏത് കിട്ടും? ഡൈഹൈഡ്രജൻ നമുക്ക് കിട്ടും. Okay. Then reaction of steam on hydrocarbon or coke in presence of catalyst, one of the most important method. So hydrocarbon, that is a methane, on a reaction with the steam at 1270 Kelvin in presence of nickel catalyst to give a carbon monoxide with the hydrogen. So this mixture of carbon monoxide and hydrogen is called as a water gas. This mixture of carbon monoxide and dihydrogen is used to prepare methanol and a number of hydrocarbons. That is why this mixture of carbon monoxide and dihydrogen is nowadays it is called as a syngas. So this process of preparation of a syngas from coal, if this syngas, that is mixture of carbon monoxide and hydrogen, is prepared from a coal, then it is called as a coal gasification process. സിൻഗ്യാസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോളിൽ നിന്നാണ്. ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് എ കോൾ ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ മനസ്സിലൊന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് സിൻഗ്യാസ്? മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് സ്റ്റീം ഓവർ കോക്ക് ഓർ ഹൈഡ്രോകാർബൺ. കോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് കോൾ ഗ്യാസിഫിക്കേഷൻ. Then water gas shift reaction. The production of dihydrogen can be increased by the reaction with the reaction of carbon monoxide or syngas with the steam in presence of iron chromate as a catalyst. This reaction is called as a water gas shift reaction. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഗ്യാസിനെ സ്റ്റീമായിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബൺ മോണോക്സൈഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാർബൺ ഡയോക്സൈഡ് എളുപ്പം വാട്ടറിൽ സൊല്യൂബിൾ ആകും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഹൈഡ്രജനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഹൈഡ്രജൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻഗ്യാസ് വിത്ത് സ്റ്റീം ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ്. അല്ലെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഗ്യാസിനെ വീണ്ടും സ്റ്റീമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 673 Kelvin കാർബൺ മോണോക്സൈഡ് ഇൻ സിൻഗ്യാസ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ദ ഹൈഡ്രജൻ ക്യാൻ ഈസിലി ബി സെപ്പറേറ്റഡ്.
This process is called as a water gas shift reaction. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് എന്താണെന്ന് മനസ്സിൽ ഓർക്കുക. ദെൻ അതുപോലെ തന്നെ കോൾ ഗ്യാസിഫിക്കേഷൻ എന്താണെന്ന് ഓർക്കുക. ദെൻ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് ഓർക്കുക. ഇതാണ് ആദ്യത്തെ പാർട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് ഹൈഡ്രൈഡ്സ് 9.5. Binary compounds of various elements with hydrogen are called as hydrides. മൂന്ന് തരത്തിലുള്ള ഹൈഡ്രൈഡ്സ് ആണുള്ളത്. അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്, സലൈൻ ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്, കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്, മെറ്റാലിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. ഞാൻ പെട്ടെന്നൊന്ന് അതിലേക്കൊന്ന് പറഞ്ഞു പോകുന്നു. ഫസ്റ്റ് അയോണിക് ഓർ സലൈൻ ഹൈഡ്രൈഡ്. ദീസ് ആർ ഫോംഡ് ബൈ ആൽക്കലൈൻ മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദാറ്റ് ഈസ് വൈ ദി എക്സാമ്പിൾസ് ആർ ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്, സ്ട്രോൺഷ്യം ഹൈഡ്രൈഡ് എക്സെട്ര. അപ്പം ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഈ അയോണിക് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. അതിൽ രണ്ടാൾക്കാർ എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്, ബെർലിയം മഗ്നീഷ്യം. ബെർലിയം ഹൈഡ്രൈഡ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഷോ എ സിഗ്നിഫിക്കൻറ്റ് കോവാലന്റ് ക്യാരക്ടർ ആൻഡ് പോളിമറിക് സ്ട്രക്ചർ. ഈ പ്രത്യേകത ഒന്ന് ഓർത്തോണം. അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ച് നോക്കിക്കേ. അയോണിക് ഹൈഡ്രൈഡ്സ് ആർ ക്രിസ്റ്റലൈൻ, നോൺ വോളറ്റൈൽ, നോൺ കണ്ടക്ടിങ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഓൺ ഇലക്ട്രോളിസിസ് ദേ ലിബറേറ്റ് H2 at anode. Then covalent or molecular hydrides. Covalent or molecular hydrides are formed by p block elements. P block elements. സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. They are formed by p block elements. So these electron മൂന്ന് തരത്തിലുണ്ട് molecular hydrides. They are classified as electron deficient molecular hydrides, electron precise molecular hydride and electron rich molecular hydride. ഒന്നും കൂടെ നോക്കിക്കേ. കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്: ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്കുലാർ ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് മോളിക്കുലാർ ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ റിച്ച് മോളിക്കുലാർ ഹൈഡ്രൈഡ്. ഇനി ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ ഗ്രൂപ്പ് 13 എലമെന്റ് ആൻഡ് ഇലക്ട്രോൺ പ്രിസൈസ് മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ ഗ്രൂപ്പ് 14 എലമെന്റ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ ഗ്രൂപ്പ് 15, 16 ആൻഡ് 17. അപ്പോൾ ജനറലി സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിലും അതിൽ മൂന്ന് തരത്തിലുള്ള മോളിക്കുലാർ ഹൈഡ്രൈഡ് ഉണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്കുലാർ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 13 എലമെന്റ്, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്, കാർബൺ, സിലിക്കൺ, ജെർമേനിയം എക്സെട്ര. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് 15th ഗ്രൂപ്പ് എലമെന്റ് നൈട്രജൻ ഫാമിലി, 16th ഗ്രൂപ്പ് എലമെന്റ് ഓക്സിജൻ ഫാമിലി, 17th ഗ്രൂപ്പ് എലമെന്റ് ഹാലോജൻ ഫാമിലി. ദെൻ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് നോക്കുക. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്കുലാർ ഹൈഡ്രൈഡിന്റെ കേസിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് B2H6 ഡൈമർ ഓഫ് BH3. ഇലക്ട്രോൺ പ്രിസൈസ് മോളിക്കുലാർ ഹൈഡ്രൈഡ് മീഥൈൻ സിലൈൻ SiH4. ഇലക്ട്രോൺ റിച്ച് മോളിക്കുലാർ ഹൈഡ്രൈഡ് 15th ഗ്രൂപ്പ് എലമെന്റ് ഫോം ചെയ്യുന്ന NH3, 16th ഗ്രൂപ്പ് എലമെന്റ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ് H2O, 17th ഗ്രൂപ്പ് എലമെന്റ് ഫോം ചെയ്യുന്ന HF. ഓക്കെ. Then metallic or interstitial hydride or non-stoichiometric hydride. This type of hydrides are formed by transition elements. Formed by transition elements as well as inner transition element D and F block elements. However, there we can see that there is a gap in our transition elements, that is group 7, 8 and 9 does not form hydride. This is called as a hydride gap. Actually these interstitial hydrides are formed by D and F block elements, but in transition element group 7, 8 and 9 elements എന്ത് ചെയ്യുന്നില്ല, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഈ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. They are non-stoichiometric and does not obey law of definite proportion. That is why, so here from the example of this interstitial hydride, we can show that, or we can say that they are non-stoichiometric in nature, does not obey law of definite proportion. അപ്പം മൂന്ന് തരത്തിലുള്ള ഹൈഡ്രൈഡ്സ്: അയോണിക്, ദെൻ എബൌട്ട് അവർ പി ബ്ലോക്ക് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്, ദാറ്റ് ഈസ് കോവാലന്റ് ഹൈഡ്രൈഡ്, ദെൻ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. ഓക്കെ. Then next 9.6.5 ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. ജസ്റ്റ് ആ ഡിഫറൻസ് മാത്രം എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. വാട്ടർ വിച്ച് ഡസ് നോട്ട് ഫോം ലെതർ വിത്ത് സോപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ഹാർഡ് വാട്ടർ. വാട്ടർ വിച്ച് ഫോം ലെതർ വിത്ത് സോപ്പ് ഈസ് കൺസിഡേർഡ് ആസ് സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ ആർ ഫ്രീ ഫ്രം soluble salt such as calcium and magnesium. Hard water forms scum or precipitate with soap. Then example, that is sodium stearate. എക്സാമ്പിൾ സോഡിയം സ്റ്റീറേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പം എന്ത് ഫോം ചെയ്യുക, അവിടെ
പ്രസിപ്പിറ്റേറ്റ് ഇത് ഫോം ചെയ്യും, ഹാർഡ് വാട്ടർ ഫോം ചെയ്യും. യെസ്, ഓക്കെ. ദെൻ സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, വേറെ ഒന്നും അവിടെ ഓർക്കാനില്ല. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രിപ്പറേഷനോ പ്രോപ്പർട്ടീസോ ഒന്നിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്ലോലി ഡിക്കമ്പോസ് ഓൺ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ദാറ്റ് ഈസ് വൈ ദിസ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽ ഇൻ ഡാർക്ക്. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഈസിലി ഡിക്കമ്പോസ്ഡ് ടു form or decomposed to give water and dioxygen when exposed to air. അതുകൊണ്ടാണ് നമ്മളത് വാക്സ് ലൈൻഡ് ഗ്ലാസ് ബോട്ടിലിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസലിൽ നമ്മൾ അത് ഇരുട്ടത്ത് കീപ്പ് ചെയ്യുന്നത്. യൂറിയ ഈസ് ആഡഡ് ആസ് എ സ്റ്റെബിലൈസർ ദർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ ഹൈഡ്രജനിൽ ഓർക്കാനുള്ളൂ. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽ ഇൻ ഡാർക്ക്. മാർച്ച് 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. ഹാർഡ് വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോണ്ട്രി. അതും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ത് ഫോം ചെയ്യും? ഹാർഡ് വാട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലെതർ വിത്ത് സോപ്പ്. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ റിയാക്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു ഗീവ് ഹൈഡ്രൈഡ്സ്. എലമെന്റ്സ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡോ നോട്ട് ഫോം ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രൈഡ് ഗ്യാപ്പ് വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ്, ഇൻ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ദാറ്റ് ഈസ് ഗ്രൂപ്പ് 7, 8, 9. 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോവാലന്റ് ഹൈഡ്രൈഡ് വിത്ത് എക്സാമ്പിൾ. 2015 ആണ്. ഞാൻ ഓൾറെഡി തിയറിയിൽ പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ അത് 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോവാലന്റ് ഹൈഡ്രൈഡ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. എന്താണെന്ന് എഴുതുക, ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഫോം ചെയ്യുന്നതെന്ന് എഴുതുക, എക്സാമ്പിൾ കൊടുക്കുക. കാരണം 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഓക്കെ. Then syngas is a mixture of carbon monoxide and dihydrogen. പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യം ഇല്ല. 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. Then about 80% of total production of dihydrogen is from coal. What is coal gasification? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ coal when it is treated with steam at a temperature of 1270 Kelvin in presence of nickel catalyst to give water gas is called as coal gasification. കോളിനെ നമ്മൾ കാർബൺ മോണോക്സൈഡും H2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡൈഹൈഡ്രജൻ, ഹൗ ഈസ് ഡൈഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റീം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 673 Kelvin ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയൺ ക്രോമേറ്റ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദിസ് വാട്ടർ ഗ്യാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു, എക്സ്പെഷ്യലി ദ കാർബൺ മോണോക്സൈഡ് പ്രസന്റ് ഇൻ വാട്ടർ ഗ്യാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് എലോങ് വിത്ത് H2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രജനിൽ ഓർക്കാനുള്ളത്. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു അവർ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഞാൻ കമ്പൈൻ ചെയ്താണ് പറയുന്നത്, ബോത്ത് എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റിൽ ഓർക്കേണ്ട 4 പോയിന്റുകളെ ഓർക്കാനുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് 10.1.6 കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ കെമിക്കൽ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എത്ര കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മളവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളത് NCERT ബുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ നമ്മൾ പഠിക്കേണ്ട ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓൺലി ദ റിയാക്ഷൻ വിത്ത് അക്വസ് അമോണിയ. ബ്ലൂ കളേർഡ് സൊല്യൂഷനൊക്കെ ഫോം ചെയ്യുന്നത് ഓർക്കുന്നില്ലേ? ഡ്യൂ ടു ദി അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ അവിടെ ഓർക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് 10.3 ആണ്, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. എന്താണ് കാരണമെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ പോയിന്റ് 10.4 സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം കാർബണേറ്റ്, സോഡിയം വാഷിംഗ് സോഡ, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ് 10H2O, സോഡിയം കാർബണേറ്റ് 10H2O വാഷിംഗ് സോഡയുണ്ട്. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ട്. ദെൻ ദാറ്റ് ഈസ് സോഡിയം ബൈകാർബണേറ്റ്. ഈ 3 കോമ്പൗണ്ടുകളാണ് നമ്മൾ ഓർക്കേണ്ടത്. സോഡിയം കാർബണേറ്റ് ഉണ്ട്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ട്. 2 കോമ്പൗണ്ട് അല്ലേ? സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഈ 2 കോമ്പൗണ്ടിൻ്റെ കാര്യം മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. ഓക്കെ. അപ്പോൾ ഈ 4 പോയിന്റിലേക്ക് നമുക്ക് പോകുന്നതിന് മുൻപ് പി ബ്ലോക്കിലെ ഫോക്കസ് ഏരിയയും കൂടെ ഒന്ന് നോക്കിക്കോണം. അവിടെ 4 പോയിന്റ്, പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഡൈബോറൈന്, നമ്മുടെ 13th ഗ്രൂപ്പ് എലമെൻറ്റിലുള്ള ആൾ ഡൈബോറൈന്, അതിൻ്റെ സ്ട്രക്ചറും പ്രിപ്പറേഷനും ഒക്കെ ഓർത്തോണം. ഡൈബോറൈൻ എന്നുള്ളത് മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ഈ 3 കാര്യങ്ങളുണ്ട്. ദെൻ 11.7 അലോട്രോപ്സ് ഓഫ് കാർബൺ. 3 ക്രിസ്റ്റലൈൻ അലോട്രോപിക് ഫോമാണ് കാർബണിലുള്ളത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിന്.
11.8.1 കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയും. കാർബൺ ഡയോക്സൈഡ് ചോദിച്ചിട്ടില്ല. ദെൻ സിലിക്കോൺസ്, സിലിക്കേറ്റ്സ് ചോദിച്ചിട്ടില്ല. സിലിക്കോൺസ് മാത്രം. സിലിക്കേറ്റ്സും ചോദിച്ചിട്ടില്ല, സിലിക്കൺ ഡയോക്സൈഡും ചോദിച്ചിട്ടില്ല. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പി ബ്ലോക്കിൽ നിന്നും വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ക്ലബ് ചെയ്താണ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം എസ് ബ്ലോക്കിലേക്ക് ഞാൻ പോകുന്നു. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ സൊല്യൂഷനിൽ ലിക്വിഡ് അമോണിയ ഓർക്കേണ്ട ആവശ്യമില്ല. ദെൻ so here we can see that with the alkali metals, here we can see that it will result in the formation of ammoniated electrons. The alkali metals dissolve in liquid ammonia, giving a deep blue solution which are conducting in nature. The blue color is due to the blue color is due to the ammoniated electrons which absorb energy from visible region and impart a blue color. The solution are paramagnetic in nature and on standing slowly liberate hydrogen, resulting in the formation of amide. The concentrated solution is bronze color and become diamagnetic. Concentrated solution become diamagnetic. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. Then anomalous properties of lithium. നമുക്കറിയാം the first element in each group show anomalous behavior due to their smaller size and higher polarizing power. പിന്നെയും കാര്യങ്ങളുണ്ട്. സ്മോളർ സൈസ്, ഹൈ പോളറൈസിംഗ് പവർ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് നമ്മുടെ NCERT ബുക്കിൽ തന്നിരിക്കുന്നത് സ്മോളർ സൈസ് ആൻഡ് ഹയർ പോളറൈസിംഗ് പവർ ആണ്. പക്ഷേ കൂടെ ഇതും കൂടി ഉണ്ട്, ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഡ്യൂ ടു ദർ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എനർജി. ഇതൊക്കെ അനോമലസ് ബിഹേവിയറിനുള്ള കാരണമായിട്ട് എഴുതാമെങ്കിലും നമ്മുടെ NCERT ബുക്ക് പ്രകാരം സ്മോൾ സൈസ് ആൻഡ് ഹൈ പോളറൈസിംഗ് പവർ മെൻഷൻ ചെയ്യുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് അതർ ആൽക്കലി മെറ്റൽസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം. ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Then diagonal relationship between lithium and magnesium ഓർത്തിരുന്നോണം. The oxides and hydroxides are less soluble. Their hydroxides decomposed on heating both form nitrides. Carbonates of lithium and magnesium are unstable. Solid bicarbonates are not formed by lithium and magnesium. Both the lithium chloride and magnesium chloride are deliquescent. Then അപ്പോൾ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടിയോട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 10.4 സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് പോയിന്റുകൾ. ആദ്യം നമ്മൾ പറഞ്ഞത് കെമിക്കൽ പ്രോപ്പർട്ടി, രണ്ട് അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. അപ്പോൾ അവിടെ ഡയഗണൽ റിലേഷൻഷിപ്പ് ചോദിക്കാം, പക്ഷേ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഫോക്കസ് ഏരിയയിൽ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോയത്. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. സോഡിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, ഡെക്ക ഹൈഡ്രേറ്റ്, നമ്മുടെ വാഷിംഗ് സോഡ എന്ന് വിളിക്കുന്നത്. റോ മെറ്റീരിയൽസ് ഏതാണെന്ന് ഓർക്കുക. ലൈം സ്റ്റോൺ, അമോണിയ, സോഡിയം ക്ലോറൈഡ്. So first our limestone is decomposed to give calcium oxide and carbon dioxide in our Solvay process. Preparation of a sodium carbonate. Calcium carbonate, calcium oxide and carbon dioxide to mari. Carbon dioxide combines with the raw material, one of the raw material NH3 to give ammonium bicarbonate to form chedu. Ammonium bicarbonate on reaction with the third raw material sodium chloride to give sodium bicarbonate and ammonium chloride. This sodium bicarbonate is decomposed to give sodium carbonate, water and carbon dioxide. Inorganic chemistry ആണ് നമ്മളത് പഠിച്ചിരിക്കണം ആ റിയാക്ഷൻ. അപ്പം ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഫോക്കസ് ഏരിയ പ്രകാരം സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും. അപ്പം റോ മെറ്റീരിയൽ ഏതാണെന്ന് ഓർക്കുക. പ്രിപ്പറേഷൻ്റെ 4 സ്റ്റെപ്പ് ഓർത്ത് വെച്ചേക്കുക. ദെൻ അമോണിയ ഈസ് റിക്കവേർഡ് ബൈ ട്രീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ കൂടെ ചെറിയൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പ്രിപ്പറേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബേക്കിംഗ് സോഡ. Sodium hydrogen carbonate is called as a baking soda because it decomposes on heating to give bubbles of carbon dioxide. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ ഈ സോഡിയം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉപയോഗിക്കുന്നത്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് is prepared by saturating a solution of sodium carbonate with carbon dioxide. Sodium hydrogen carbonate is a mild antiseptic for skin infection. It is used in fire extinguisher. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട NCERT-ലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ തന്നിട്ടുള്ളൂ. Then 10.9 some important compounds of calcium. Quicklime, calcium oxide, quicklime. It is prepared by heating limestone. Limestone on heating at a temperature of 1070 to 1270 Kelvin. It is converted into calcium oxide and carbon dioxide, quicklime. Calcium oxide is a white amorphous solid. It has a melting point of 2870 Kelvin. Calcium hydroxide.
Slaked lime, another important compound of calcium. Slaked lime, calcium hydroxide, prepared by adding water to quick lime. Quick lime on addition with the water, it is converted into calcium hydroxide. It is a white amorphous powder. It is sparingly soluble in water. The aqueous solution is known as lime water. A suspension of slaked lime in water is known as milk of lime. Just അതിൻ്റെ ആ തിയറി മാത്രം ഒന്ന് ഓർത്തിരിക്കുക. When carbon dioxide is passed through lime water, it is turns milky due to the formation of calcium carbonate. On passing excess of carbon dioxide, the precipitate dissolve to give calcium hydrogen carbonate. പ്രത്യേകത, നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു മിൽക്കി അപ്പിയറൻസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാൽഷ്യം ബൈകാർബണേറ്റ്. മറ്റൊരു കോമ്പൗണ്ട് കാൽഷ്യം കാർബണേറ്റ് നമ്മൾ പറഞ്ഞതാണ് SSS. Then calcium sulfate, plaster of Paris, calcium sulfate semi-hydrate, obtained when gypsum is heated to 393 Kelvin. Calcium sulfate 2H2O on heating to give a calcium sulfate semi-hydrate or hemihydrate. Above 393 Kelvin, anhydrous calcium sulfate is formed. This is known as a dead burned plaster. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് കാരണം നമ്മൾ ഓർത്തിരിക്കുക, ഏത് പോയിന്റ് ആണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. NCERT കൃത്യമായിട്ട് വായിക്കുക ഫോക്കസ് ഏരിയ പ്രകാരം. സിമൻറ്റ് എന്താണെന്നും കൂടി ഒന്ന് ഓർത്തിരുന്നേക്കുക. നമുക്ക് പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ജസ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ദ റോ മെറ്റീരിയൽസ് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റ് ആർ ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ. വെൻ ക്ലേ ആൻഡ് ലൈംസ്റ്റോൺ ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ദേ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഗീവ് സിമെന്റ് ക്ലിങ്കർ. ദ ക്ലിങ്കർ ഈസ് മിക്സ്ഡ് വിത്ത് 2 to 3% by weight of gypsum to form cement. The important ingredients present in Portland cement are dicalcium silicate, tricalcium silicate and tricalcium aluminate. Setting of cement, when mixed with water, setting of cement take place to a hard mass. The purpose of adding gypsum is only to slow down the process of setting. സോ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് എസ് ബ്ലോക്കിൽ ഓർക്കാനുള്ളത്. അപ്പോൾ ആ ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രം NCERT ബുക്ക് പ്രകാരം പോയാൽ മതി. ഞാൻ എക്സ്പ്ലനേഷൻ കുറയ്ക്കാനുള്ള കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്, നിങ്ങളത് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളത് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രജനിലും എസ് ബ്ലോക്കിലും ചെയ്തതുപോലെ തന്നെയാണ് പി ബ്ലോക്കിലും ഞാൻ പോകുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഏത് ഫോക്കസ് ഏരിയ ആണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യും, അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ടായിട്ട് ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ നോട്ട് നോക്കിയതിന് ശേഷം NCERT ബുക്കിൻ്റെ സഹായത്തോടുകൂടി ഇനോർഗാനിക് കെമിസ്ട്രി പഠിച്ചു പോവുക. ഓക്കെ, ദെൻ നമ്മുടെ പി ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൈബൊറൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അലോട്രോപ്സ് ഓഫ് കാർബൺ പഠിക്കാനുണ്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടിയും ഉണ്ട്. സിലിക്കൺ കോമ്പൗണ്ടിൽ സിലിക്കൺ ഡയോക്സൈഡും സിലിക്കോൺസും സിലിക്കേറ്റ്സും സിലബസിലുണ്ടെങ്കിലും പഠിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? സിലിക്കോൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദ പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ. Diborane can be prepared on reaction boron trifluoride with lithium aluminum hydride. എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ ആര് റിയാക്ട് ചെയ്യും, എന്ത് കിട്ടുന്നു എന്ന് ഓർത്ത് വെച്ചതിന് ശേഷം ആ റിയാക്ഷൻ പഠിച്ചു വെക്കുന്നതായിരിക്കും. ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഒരു റെഡ്യൂസിങ് ഏജൻറ്റാ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ടു ഗീവ് ഡൈബൊറൈൻ എലോങ് വിത്ത് ലിഥിയം ഫ്ലൂറൈഡ് ആൻഡ് അലുമിനിയം ഫ്ലൂറൈഡ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് വിത്ത് അയഡിൻ ടു ഗീവ് ഡൈബൊറൈൻ സോഡിയം അയോഡൈഡ് ആൻഡ് ഹൈഡ്രജൻ. Then diborane can be prepared by the reaction of boron trifluoride with sodium hydride at a temperature of 450 Kelvin. At a temperature of 450 Kelvin to give diborane along with the sodium fluoride. അപ്പം ഇത് NCERT ബുക്ക് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ആദ്യത്തെ മെത്തേഡ് തന്നിരിക്കുന്നത് ലബോറട്ടറിക്കൽ മെത്തേഡാണ്, അവസാനത്തെ മെത്തേഡ് തന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. മേ ബി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. Then properties, diborane is colorless, highly toxic with the boiling point at 180 Kelvin. Diborane spontaneously burns in oxygen, releases an enormous amount of energy. അപ്പോൾ ആ ഒരു പ്രോപ്പ് ഒന്ന് ഓർത്തേക്കണം. ഡൈബൊറൈൻ റിയാക്ട് വിത്ത് ഓക്സിജൻ, ബേൺസ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. 1986 kJ per mole എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് ദ ഫോർമേഷൻ ഓഫ് B2O3 and water. Similarly, diborane on reaction with water to give boric acid, H3BO3.
Then diborane undergo cleavage reaction with the Lewis base. Diborane on reaction with the carbon monoxide. First undergo cleavage. മുറിഞ്ഞു. B2H6 മുറിഞ്ഞ് BH3 ആയിട്ട് മാറി. To form an adduct. Adduct എന്ന് പറയുമ്പോൾ addition product. കൂടിച്ചേർന്ന് നിൽക്കുന്നു. Diborane on reaction with the Lewis base. First undergo cleavage result in the formation of adduct. Then reaction with the ammonia. Lewis base ആണ്, പക്ഷേ അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Diborane on reaction with the ammonia to give a compound BH2 NH3 twice with plus charge BH2 minus. BH2 NH3 twice with plus charge BH4 minus, which again on heating at a temperature of 373 Kelvin result in the formation of an important compound B3N3H6 called as boracene. Boracene. One second. Boracene. To give a compound called as boracene. B3N3H6. ഈ ബൊറാസിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിക്കേ. So this is a structure of a boracene. The structure is similar to that of a benzene. നോക്കിക്കേ, ഇവിടെ ഞാൻ ബെൻസീൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെ ബൊറാസിൻ്റെ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. B3N3H6. ഈ ബൊറാസിൻ്റെ സ്ട്രക്ചറും ബെൻസീൻ്റെ സ്ട്രക്ചറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. ദാറ്റ് ഈസ് വൈ ബൊറാസിൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഇനോർഗാനിക് ബെൻസീൻ. ഓക്കെ, അപ്പം ബൊറാസിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർക്കുക. Diborane on reaction with ammonia. First initial product എന്ന് പറയുന്നത് ബൊറാസിൻ അല്ല. ഇനിഷ്യലി ഇറ്റ് ഫോം BH2 NH3 twice with പ്ലസ് ചാർജ് BH4 മൈനസ്. അതിനെ വീണ്ടും 373 to 473 കെൽവിൻ ഹീറ്റ് ചെയ്യുമ്പോഴാണ് 373 to 473 കെൽവിൻ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബൊറാസിൻ കിട്ടുന്നത്. ഡ്യൂ ടു ദർ സ്ട്രക്ചറൽ സിമിലാരിറ്റി വിത്ത് ബെൻസീൻ, ബൊറാസിൻ ഈസ് കോൾഡ് ആസ് ഇനോർഗാനിക് ബെൻസീൻ. Then structure of diborane വളരെ പ്രധാനപ്പെട്ടതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. സോ ദർ വി ക്യാൻ സീ ദാറ്റ് 2 types of bond. 4 terminal boron hydrogen bond which is called as a 2 center 2 electron bond. 2 center 2 electron bond. പ്രത്യേകം ശ്രദ്ധിച്ചോണം, സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 center 2 electron bond. And there is a bridge boron hydrogen boron bond which is called as a 3 center 2 ഇലക്ട്രോൺ ബോണ്ട്. അങ്ങനെ ഡൈബൊറൈനിൽ എത്ര 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്? 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്. 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ട്. 2 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ട്. ബ്രിഡ്ജ് ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ടെർമിനലിലുള്ള നോർമൽ കോവാലൻ്റ് ബോറോൺ ഹൈഡ്രജൻ ബോണ്ടിനെയാണ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഡൈബൊറൈനിൽ 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ട്. 2 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ട്. ഓക്കെ, then let me go to the next point. രണ്ടാമത്തെ പോയിന്റ് ഫോക്കസ് ഏരിയയിലുള്ളത് അലോട്രോപ്സ് ഓഫ് കാർബൺ, ഡയമണ്ട്. So we know that in diamond carbon is in sp3 hybridization. Each carbon is linked to 4 other carbon atom to get a rigid 3D network structure. ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നോക്കണം, ഇത് വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഓർത്തിരുന്നോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കത് സ്ട്രക്ചർ ചോദിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ കാർബൺ ബോണ്ട് ഡിസ്റ്റൻസ് NCERT ബുക്കിൽ തന്നിരിക്കുന്ന പോലെ മാർക്കിനനുസരിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. 1.54 Armstrong with the bond angle 109.5 degree. Due to this strong covalent bond, diamond is the hardest substance, one of the hardest substance, and with a high melting point of 3600 degrees Celsius. ഡയമണ്ടിൻ്റെ പ്രത്യേകത, അതിൽ ഏറ്റവും പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് sp3 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ് കാർബൺ ഉള്ളത്. രണ്ടാമത് നമ്മുടെ ഗ്രാഫൈറ്റ്. In graphite, carbon atom is in sp2 hybridization. നോക്കിക്കേ, carbon atom is in sp2 hybridization. Therefore, each carbon atom is linked to 3 other carbon atom to get a hexagonal ring which is arranged as a 2D sheet or 2D layer. These layers are placed one above the other and held by weak van der Waals force of attraction. Held by weak van der Waals force of attraction. എന്താ ഞാൻ പറഞ്ഞത്? ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈച്ച് കാർബൺ ആറ്റം ലിങ്ക്ഡ് ടു 3 other കാർബൺ ആറ്റം ടു ഗെറ്റ് എ ഹെക്സഗണൽ റിംഗ്. അത് എങ്ങനെയാണ് കാണുന്നത്? ഒരു ഷീറ്റ് പോലെയാണ് ആ ഹെക്സഗണൽ റിങ്സ് കാണുന്നത്. ആ ഷീറ്റ് ഒന്നിന് മുകളിൽ ഒന്നെന്ന്
ഓരോന്നായിട്ട് അടുക്കി വെച്ചേക്കുക. ആൻഡ് ലിങ്ക്ഡ് ബൈ വിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ലെയറിനൊരു സ്ലിപ്പറി നേച്ചറുണ്ട്. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഗ്രാഫൈറ്റ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ദെൻ നെക്സ്റ്റ് ഫുള്ളറിന്. സോ ഈ 660 ഫുള്ളറിനാണ് ഏറ്റവും കോമൺ ആയിട്ടും ഫെമിലിയർ ആയിട്ടുള്ള ഫുള്ളറിന്. ഹാവ് എ സോക്കർ ബോൾ ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിന്. ഇറ്റ് കണ്ടെയ്ൻ 26 മെമ്പേർഡ് റിംഗ്. ശ്രദ്ധിച്ചോണം, 26 മെമ്പേർഡ് റിംഗ് ആൻഡ് 12 5 മെമ്പേർഡ് റിംഗ്. ഈച്ച് 6 മെമ്പേർഡ് റിംഗ്സ് ആർ ഫ്യൂസ്ഡ് വിത്ത് ബോത്ത് 6 മെമ്പേർഡ് ആൻഡ് 5 മെമ്പേർഡ് റിംഗ്. ബട്ട് 5 മെമ്പേർഡ് റിംഗ് ഈസ് ഫ്യൂസ്ഡ് ഓൺലി വിത്ത് 6 മെമ്പേർഡ് റിംഗ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. യു നീഡ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ് with regard to this fullerene. And in fullerene, carbon atom is also in sp2 hybridization state. നമ്മുടെ ഗ്രാഫൈറ്റിൽ ഉള്ളതുപോലെ തന്നെ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്? sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. C60 ഫുള്ളറിൻ്റെ പ്രത്യേകത എന്താണ്? സോക്കർ ബോൾ ഷേപ്പ് ആണ്. കൺസിസ്റ്റ് ഓഫ് ബോത്ത് 6 മെമ്പേർഡ് റിംഗ്, ഹെക്സഗണൽ റിംഗും ഉണ്ട്, പെൻറ്റഗണൽ റിംഗ്, 5 മെമ്പേർഡ് റിംഗും ഉണ്ട്. പക്ഷേ അവിടെ പ്രത്യേകത 6 മെമ്പേർഡ് റിംഗ്സ് ആർ ഫ്യൂസ്ഡ് വിത്ത് ബോത്ത് 6 മെമ്പേർഡ് ആൻഡ് 5 മെമ്പേർഡ് റിംഗ്. പക്ഷേ 5 മെമ്പേർഡ് റിംഗ്സ് ആർ ഫ്യൂസ്ഡ് ഓൺലി വിത്ത് 6 മെമ്പേർഡ് റിംഗ്. കാർബൺ ആറ്റം ഈസ് ഇൻ sp2 ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ. ദെൻ കാർബൺ മോണോക്സൈഡ് പ്രിപ്പറേഷൻ. direct reaction, carbon combines with limited combustion of carbon to give a carbon monoxide. Dehydration of formic acid, നമ്മുടെ laboratorical method ആണ് carbon monoxide ന്റെ. Dehydration of formic acid to give a carbon monoxide. Commercial preparation, carbon combines with the steam to give a carbon monoxide and water. Steam reaction, carbon combines with oxygen to give a carbon monoxide and dinitration. Preparation ഓർത്ത് വെച്ചേക്കുക കാർബൺ മോണോക്സൈഡിൻ്റെ. ദെൻ കൂടുതൽ പോകുന്നില്ല, കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്ന വെച്ചാൽ മതി. Then silicones. Silicones are synthetic organosilicon compounds consist of repeated R2SiO unit. R stands for alkyl group. Repeated R2SiO unit, synthetic organosilicon compounds. It is prepared by the reaction of a methyl chloride with silicon in presence of copper powder at a temperature of 570 Kelvin. First result in the formation of dimethyl dichlorosilane. ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? dimethyl dichlorosilane. dimethyl dichlorosilane. 1 second. Dimethyl dichlorosilane is formed. ആ പേര് ശ്രദ്ധിക്കണം, NCERT-ൽ കൊടുത്തിട്ടുണ്ട്. Dimethyl dichlorosilane, which again converted into on reaction with the water or on hydrolysis ആ പറയുന്നത്. On hydrolysis it is converted into dimethyl silanol. dimethyl silanol ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദി സിലനോൾ ഓൺ പോളിമറൈസേഷൻ ടു ഗീവ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ടു ഗീവ് സിലിക്കോൺസ്. അപ്പോൾ സിലിക്കോൺസിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തോണം. ആരാണ് സിലിക്കോൺസ്? സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റഡ് R2SiO യൂണിറ്റ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ദ റിയാക്ഷൻ ഓഫ് മീഥൈൽ ക്ലോറൈഡ് വിത്ത് സിലിക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 570 Kelvin. ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? ഡൈമീഥൈൽ ഡൈക്ലോറോസിലേന്. അതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്ത് കിട്ടി? സിലനോൾ കിട്ടി. അത് പോളിമറൈസേഷൻ നടത്തിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? സിലിക്കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ സിലിക്കോൺസിൻ്റെ പ്രോപ്പർട്ടി ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, റെസിസ്റ്റൻസ് അഗനിസ്റ്റ് ഓക്സിഡേഷൻ ആൻഡ് വെതറിംഗ്, ഹൈഡ്രോഫോബിസിറ്റി, അങ്ങനെയുള്ള പ്രത്യേകതകൾ ഒന്ന് ഓർത്തേക്കണം. NCERT ബുക്കിലുള്ള ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ സിലിക്കോൺസിൽ ഒരു ചെറിയൊരു കാര്യം കൂടി, ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് സിലിക്കോൺസ് കിട്ടാൻ വേണ്ടി ഏത് പോളിമറൈസേഷൻ ആണ് നമ്മൾ നടത്തുന്നത്? ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് മീഥൈൽ ട്രൈക്ലോറോസിലേൻ അല്ലെങ്കിൽ ട്രൈക്ലോറോ മോണോമീഥൈൽ സിലേന് ഓൺ പോളിമറൈസേഷൻ ഹൈഡ്രോളിസിസ് ഫോളോഡ് ബൈ പോളിമറൈസേഷൻ ടു ഗീവ് വിച്ച് വൺ? ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ്. അതുപോലെ ചെയിൻ ലെങ്ത് ഡ്യൂറിങ് പോളിമറൈസേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ
ചെയിൻ ലെങ്ത് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ട്രൈമീഥൈൽ മോണോക്ലോറോസിലേൻ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഈ പോളിമറൈസേഷൻ്റെ ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ട്രൈമീഥൈൽ മോണോക്ലോറോസിലേൻ എന്ന് വിളിക്കും. ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ മീഥൈൽ ട്രൈക്ലോറോസിലേൻ ആഡ് ചെയ്താൽ മതി. ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് കിട്ടാൻ വേണ്ടി. നോർമലി സിലിക്കോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡൈമീഥൈൽ ഡൈക്ലോറോസിലേൻ ഹൈഡ്രോളിസിസ് നടത്തുന്നു, പോളിമറൈസേഷൻ നടത്തുന്നു. ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈമീഥൈൽ മോണോക്ലോറോസിലേൻ ഈസ് യൂസ്ഡ്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഗീവ് റീസൺസ് ഫോർ ദ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. എസ് ബ്ലോക്ക്. റൈറ്റ് എനി 4 points ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. മാർച്ച് 2019. സോ എന്തുകൊണ്ടാണ് ലിഥിയം അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്? ദ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് ലിഥിയം ഞാൻ പറഞ്ഞു, ഡ്യൂ ടു ദ സ്മോളർ സൈസ് ആൻഡ് ഹൈ പോളറൈസിങ് പവർ. മാർക്കിനനുസരിച്ച് എഴുതുക. നമുക്ക് ജസ്റ്റ് 3 മാർക്കാണ്. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് മാത്രം ആദ്യത്തെ പോയിന്റിൽ കൊടുത്തു വെച്ചാൽ മതി. സ്മോൾ സൈസ് ആൻഡ് ഹൈ പോളറൈസിങ് പവർ. അത് മാത്രമല്ല വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, ഹൈ അയോണൈസേഷൻ എനർജി എല്ലാം കാരണം വരുന്നതാണ് കേട്ടോ. ദെൻ അനോമലസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം മെൻഷൻ ചെയ്യുക. Then name the commercial process used to prepare sodium carbonate. Write the chemical equation of the steps involved. August 2018 ആണ് നമ്മൾ സിലബസിലുള്ളത്, നമ്മുടെ ഫോക്കസ് ഏരിയയിലുണ്ട്. about the preparation of sodium carbonate. സോൾവ് എ പ്രോസസ്സാണ്. സോ ഫസ്റ്റ് ഞാൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അമോണിയ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? അമോണിയം കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അത് അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറ്റുന്നു. അമോണിയം ബൈകാർബണേറ്റ് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോഡിയം ബൈകാർബണേറ്റ് ഓൺ ഡികമ്പോസിഷൻ ടു ഗീവ് അവർ സോഡിയം കാർബണേറ്റ്. നമ്മൾ ക്ലാസ്സിൽ തിയറി പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. കോസ്റ്റിക് സോഡ, സോഡിയം കാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്. Sodium bicarbonate. So cement is an important building material. Explain the manufacturing of cement. Caustic soda എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ സിലബസിൽ ഇല്ല, ഫോക്കസ് ഏരിയയിലില്ല. ആ ക്വസ്റ്റൻ എടുത്തപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്കറിയാം കാസ്റ്റനർ കെല്ലർ സെല്ലറാണ്. സോഡിയം കാർബണേറ്റ് സോൾവ് എ പ്രോസസ്സ് സിലബസിൽ അഥവാ നമ്മുടെ ഫോക്കസ് ഏരിയയിലുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അൻറ്റാസിഡ് ആണ്. നമ്മളത് ഇല്ലെങ്കിൽ നമുക്കത് ഓർക്കാവുന്നതേ ഉള്ളൂ, കാരണം ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഒരു ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് മൈൽഡ് ആൻറ്റിസെപ്റ്റിക്. സോഡിയം ബൈകാർബണേറ്റ് മൈൽഡ് ആൻറ്റിസെപ്റ്റിക്. ദെൻ സിമെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ. എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ്. നമ്മുടെ NCERT ഉള്ളതുപോലെ നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. റോ മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ആർ ലൈം സ്റ്റോൺ ആൻഡ് ക്ലേ. വെൻ ക്ലേ ആൻഡ് ലൈം ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ദേ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഗീവ് സിമെൻറ്റ് ക്ലിങ്കർ. ദ ക്ലിങ്കർ ഈസ് മിക്സ്ഡ് വിത്ത് 2 to 3% by weight of gypsum to form cement. Then draw the structure of Diborane and write the note on the nature of bond present in it. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൈബോറൈൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നു. 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് നമ്മുടെ ടെർമിനൽ ബോറോൺ ഹൈഡ്രജൻ ബോണ്ടാണ്. പിന്നെയുള്ളത് പ്രത്യേകത എന്താണ്? 2 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് വരുന്നുണ്ട്. അതേതാണ്? ബ്രിഡ്ജ് ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ട്. 3 സെൻറ്റർ 3C 3E ബോണ്ട്. 2 3C 3E ബോണ്ട്. അതുപോലെ തന്നെ 4 2C 2E ബോണ്ട്. 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇത് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. സ്ട്രക്ചർ വരയ്ക്കുന്നു. എത്ര 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും എത്ര 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. Then what are silicons? 1 mark question. Synthetic organosilicon compounds consist of repeated R2SiO unit. Write the chemical equation showing the step involved in the manufacturing of a silicon. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. It is prepared for either reaction of a methyl chloride with silicon in presence of copper powder at a temperature of 570 Kelvin. മെൻഷൻ ചെയ്യുന്നു. How can the chain length of silicons can be controlled by the synthesis? The chain length can be controlled by the addition of methyl trichlorosilane. ഓക്കെ, എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. സ്കെച്ച് ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട്. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്ട്രക്ചർ ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സ്ട്രക്ചർ.
So diamond, strong force of attraction, whereas graphite linked by weak van der Waals force of attraction. So it is very soft and slippery. Diamond is a rigid three-dimensional network structure. Therefore, it is very difficult to break a covalent bond, and diamond is one of the hardest substance. Okay. അപ്പം ആ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2018 ചോദിച്ചതാണ്. അപ്പം ഇതിവിടെ നമ്മൾ നിർബന്ധമായിട്ടും സ്കെച്ച് ദ സ്ട്രക്ചർ നമ്മളോട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് നിർബന്ധമായിട്ടും ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഒന്ന് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ എളുപ്പമാണ്. ഹെക്സണൽ റിങ് വരച്ച് അതൊരു ഷീറ്റ് പോലെ ആക്കുക. അതിനുശേഷം ഓരോ ഷീറ്റും ഒന്നിന് മുകളിൽ ഒന്നൊന്നായിട്ട് പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. ലിങ്ക്ഡ് ബൈ വീക്ക് വാൻ ഡർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് കോൺഫിഡൻറ്റോടുകൂടി എക്സാം ഹാളിലേക്ക് ചെല്ലുക. എല്ലാവിധ ആശംസകളും. ആൻഡ് വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ വിത്ത് ദ 4th പാർട്ട് ക്ലാസ് ഇൻ അവർ കെമിസ്ട്രി ഫോക്കസ് ഏരിയ റിവിഷൻ. ഓക്കെ, താങ്ക് യു.